കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ക്രൈസ്തവ സഭകൾ. ബിൽ അപ്രതീക്ഷിതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. ദില്ലിയിൽ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CBSIയെയും രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ക്രൈസ്തവ സഭകൾ ഉയർത്തുന്നത്. കൂടിയാലോചനകളില്ലാതെ പാസാക്കാൻ ശ്രമിക്കുന്ന ബില്ലെന്നാണ് ഭൂരിഭാഗം സഭകളുടെയും അഭിപ്രായം. വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചാണ് പല പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നത്. ഇതിനെ ദേശവിരുദ്ധം എന്ന് കാണുന്നത് സങ്കടകരമായ കാര്യമെന്നും FCRI ബിൽ അങ്ങേയറ്റം അപ്രതീക്ഷിതമാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് വീണ്ടും ടാർഗറ്റഡ് ആകാനായിട്ട് പോകുന്നത് ന്യൂനപക്ഷങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മതപരിവർത്തന നിയമം വന്നാൽ കേസ് ആർക്കെതിരെയാണ്? 1-2 മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ മാത്രമേ കേസുള്ളൂ. ഭൂരിപക്ഷ മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കേസില്ലല്ലോ. ഈ നിയമങ്ങളൊക്കെ ബാധിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രമാണ്. ബിൽ അങ്ങേയറ്റം അപ്രതീക്ഷിതവും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയുള്ള കടന്നുകയറ്റം എന്നായിരുന്നു CBCAയുടെ പ്രതികരണം. വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളുടെയും അഭിപ്രായം എന്താണെന്നും സഭ ചോദിക്കുന്നു. കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യനടക്കം കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളെ സന്ദർശിച്ച് ആശങ്ക അറിയിക്കാനാണ് സഭകളുടെ തീരുമാനം. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് ബിൽ ഭേദഗതി ചെയ്തത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.